ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തത് ഒരു സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വീട്ടിൽ ചിക്കൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ചായയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയില്ല ഒരു വെറൈറ്റി ഫില്ലിങ്ങോട് കൂടിയ ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു ചിക്കൻ റോളിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് ചെറിയൊരു പുതുമയുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. നമ്മുടെ നാടൻ രീതിയിലല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതേ ഒരു പാനിലേക്ക് ഒരു പീസ് അളവിൽ ബട്ടർ ഇട്ടിട്ട് അതങ്ങ് മെൽട്ടായി വരുന്ന സമയത്ത് ഏകദേശം ഒരു 6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ബട്ടറിലൊന്ന് വെളുത്തുള്ളി വഴറ്റിയെടുക്കുക, നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക, നല്ലൊരു മണം വരുന്നവരെ, ചെറുതായിട്ടൊന്ന് കളർ മാറി കിട്ടുന്നവരെ. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു 400 ഗ്രാം അളവിൽ ചിക്കൻ പീസസ് എടുത്തിട്ട് ബോൺലെസ് ചിക്കനാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ, ഈ ഒരു രീതിയിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറി ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. എന്നിട്ട് ആ ഒരു വെള്ളമൊക്കെ ഇതുപോലെ വറ്റിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ബട്ടറിൽ ഫ്രൈ ചെയ്യുന്ന ചിക്കൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് മൊത്തത്തിൽ ഫ്രൈ ചെയ്തതിന് ശേഷം കാണിച്ചത് എല്ലാവർക്കും അറിയുന്നതന്നെയല്ലേ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ബട്ടർ കുറവായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം കൂടി ചേർത്ത് കൊടുക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതാ ഇതിലേക്ക് ഒരു 2 വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം വലുപ്പമുള്ള ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചെറുതായിട്ട് ചേർക്കൊന്നും വേണ്ട, കാരണം അത്യാവശ്യം ചിക്കനും ഉണ്ടല്ലോ, അതിൽ നിന്ന് ആ ഒരു ചിക്കൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് തന്നെ എല്ലാം കട്ട് ചെയ്ത് ചേർത്താൽ മതി. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക, നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു സവാളയും നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് ഓവറായിട്ട് അങ്ങനെ സോഫ്റ്റായി വരലുണ്ട് കേട്ടോ. ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിർബന്ധമാണ് കേട്ടോ, എങ്കിലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മുടെ ഫില്ലിങ്ങിന്. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ പിസയ്ക്കൊക്കെ ചേർക്കുന്ന ഒറിഗാനോ ഇല്ലേ, അതൊരു 3/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇത്രയും ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി അത് എരിവ് ചെക്കിയിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയി കേട്ടോ. ഫില്ലിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കട്ടെ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക, കാരണം അത്യാവശ്യം സോസൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അതിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.25 കപ്പ് അളവിൽ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഈ ഒരു റോളിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 1.5 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml മെഷറിംഗ് കപ്പിലാണ്. നമ്മൾ ഏതിലാണോ വെള്ളം അളക്കുന്നത് ആ ഒരു സെയിം കപ്പ് തന്നെ മൈദ അളക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടിയും പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ലൂസായിട്ട് വേണം കേട്ടോ നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. പിന്നെ ഓരോ പൊടിക്ക് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഓവർ തിക്കായിട്ട് തോന്നുവാണെങ്കിൽ ഒരു 1/4 കപ്പും കൂടി വെള്ളമൊക്കെ ഒഴിക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് നമുക്ക് ചുട്ടെടുക്കാം ദോശ. അപ്പോൾ ഞാൻ ഇതൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ പാനിനെ കൊണ്ട് തന്നെ ദോശ ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് റോളിന് ദോശ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നല്ല സൈഡ് ഒരേ തിക്നെസ് ആയിട്ട് നല്ല ലെവലിൽ തന്നെ ദോശ കിട്ടിക്കോളും. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നോർമൽ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പാനിന് ഇളകി വരും ഓട്ടോമാറ്റിക്, നമ്മളതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പാച്ചില വെച്ച് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, സൈഡൊക്കെ ഒന്ന് ഇളകി വരുന്ന സമയത്ത് കൈ കൊണ്ട് പതുക്കെ എടുത്ത് മാറ്റാം. തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ചുട്ടെടുക്കുക ബാക്കിയുള്ളതും. അങ്ങനെ ഇതാ ചൂടോടെ തന്നെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ദോശ റോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്ത ദോശ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതുപോലെ പ്ലേറ്റിൽ വെച്ച് കൊടുത്തതിന് ശേഷം 1-2 സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നോർമൽ റോള് ചുറ്റിച്ചെടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, അതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു നമ്മുടെ ചിക്കൻ റോളിൻ്റെ ഫില്ലിങ്ങിനാണ് കേട്ടോ പ്രത്യേകത. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ്ങാണ്. ഒരു തവണയെങ്കിലൊന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ തന്നെ 2 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ആദ്യം അടിയിൽ നിന്ന് കുറച്ച് ഫോൾഡ് ചെയ്ത് പിന്നെ മൊത്തത്തിലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ.
ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ കണ്ടില്ല നന്നായിട്ട് ഒട്ടിയിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ചൂടോടെ ഫോൾഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതാ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു അളവിൽ ഇത്രയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അടുത്തത് ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കട്ടെ, ഒരുപാടൊന്നും വേണ്ട. പിന്നെ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 പിഞ്ച് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അടുത്തത് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നോർമൽ ബ്രെഡ് പൊടിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒന്നുകിൽ ഇങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ നോർമൽ ബ്രെഡ് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു റോൾ ഇതുപോലെ എടുക്കുക. എന്നിട്ട് മുട്ടയുടെ മിക്സിയിലേക്ക് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ, എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത്രയും പരിപാടിയില്ല, നോർമൽ നമ്മൾ റോളൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടില്ല, അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കോട്ടിംഗ് ഒന്നും ഇളകി പോകുന്നു പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം ഇതുപോലെ എത്രയാണോ കൊള്ളുന്നത് അതിനനുസരിച്ച് റോളിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരുപാട് ഉള്ളൊന്നും വേവാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് കളറ് മാറി ഈ ഒരു രീതിയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഒരേ ടൈപ്പ് നാടൻ ടൈപ്പ് ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു പുതുമയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി റോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്